ഷാനിമോൾ ഉസ്മാൻ സുധീരന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായ യുദ്ധപ്രഖ്യാപനമൊക്കെ ഉപേക്ഷിച്ചു അത്രേ. ഇപ്പോൾ ഉള്ള ഏക പ്രശ്നം മദ്യലോബിയുടെ ആളായി ഷാനിമോളെ ചിത്രീകരിച്ചു എന്നത് മാത്രമാണ്. സരിത സോളാർ എന്നൊക്കെ പറഞ്ഞ് പാർട്ടി അന്വേഷണം ആവശ്യപ്പെട്ട് കുഴപ്പമുണ്ടാക്കിയാൽ ഉമ്മൻചാണ്ടി മുതലുള്ളവരുടെ സരിതാബന്ധം അന്വേഷിച്ച് നിരപരാധിത്വം പാർട്ടിക്ക് തെളിയിക്കാം എന്നൊരു ആലോചന സുധീരൻ നടത്തിയെന്നാണ് കേൾക്കുന്നത്. അതോടെ ചാണ്ടി ഷാനിമോളോട് പരിപാടി നിർത്തിക്കോ എന്ന് ഉത്തരവിട്ടു അത്രേ. ഇതോടെ ഷാനിമോൾ ആകെ കുഴപ്പത്തിലായി. ഇനിയും പാർട്ടി അന്വേഷണം ആവശ്യപ്പെട്ടാൽ സുധീരൻ സകല സരിതാബന്ധങ്ങളും അന്വേഷിച്ചാലോ? എന്നെ സംബന്ധിച്ച് ഏക പ്രശ്നം പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് ഒക്കെ തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് ആ നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ള ഏക കാര്യം എന്ന് വെച്ചാൽ ബഹുമാന്യനായ KPCയുടെ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ മദ്യലോബിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശം അത് എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും അദ്ദേഹം അത് തെളിയിച്ചേ മതിയാകൂ. അതല്ലെങ്കിൽ പൊതുജനമധ്യത്തിൽ അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവണം. എനിക്കെതിരായിട്ട് എടുക്കുന്ന ഏത് നിലപാടും, എനിക്ക് എതിരായിട്ട് എടുക്കുന്ന താക്കീതോ ശാസനയോ അച്ചടക്ക നടപടിയോ പുറത്താക്കലോ അടക്കം ഞാൻ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വിചാരിച്ചു മറ്റേ വെള്ളായിരിക്കും. എനിക്ക് എതിരായിട്ട് എടുക്കുന്ന താക്കീതോ ശാസനയോ അച്ചടക്ക നടപടിയോ പുറത്താക്കലോ അടക്കം അതൊന്നുമല്ല എന്റെ പ്രശ്നം. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം എന്ന് വ്യക്തമായല്ലോ. ഇനി ബാർ ലോബിയിങ് ആരോപണം പിൻവലിച്ചാൽ മാത്രം മതി. എന്നാലും KC വേണുഗോപാൽ ഷാനിമോളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വേണുഗോപാൽ വിജയിക്കുമെന്നുവരെ പറഞ്ഞു കഴിഞ്ഞു ഷാനിമോൾ. എന്നോട് ഇത്രയും താല്പര്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. എന്തായാലും എന്നോടുള്ള അത്രയും ഞാൻ മാത്രമല്ല, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടുകഥകളും നുണപ്രചരണങ്ങളും കഴിഞ്ഞ ഷാജി അടക്കം കഴിഞ്ഞ 8 മാസമായിട്ട് ഇത് പ്രചരിപ്പിച്ചു. എന്തെല്ലാം പറഞ്ഞു, എൻ്റെ പേരിൽ CD ഉണ്ട് എന്ന് വരെ പറഞ്ഞില്ലേ. ഇലക്ഷനിലല്ലേ ആ CD ഒക്കെ വരേണ്ടത്. ഇത്രയും വലിയൊരു പോരാട്ടം ആലപ്പുഴ നടന്നില്ലേ. എൻ്റെ പേരിൽ CD വരെ ഉണ്ടെന്ന് ഒരു ചാനൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരാളും ഓരോ കഥ പറയും. ആ കഥയെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ ചില അവതാരങ്ങളെ അവതരിപ്പിക്കും. എന്നിട്ട് അവതരിപ്പിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കും. ഇതൊന്നും പ്രശ്നമല്ല. 16-ാം തീയതി കൃത്യമായിട്ടുള്ള മറുപടി ഇതെല്ലാം കിട്ടും. പിന്നെ എൻ്റെ പൊതുജീവിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഇക്കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമാണ്. ഈ കാര്യത്തിൽ എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും എനിക്ക് മറുപടിയില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടില്ല ഇലക്ഷൻ മത്സരിക്കുന്നത്. 96, 2001, 2006, 2009 ഒക്കെ മത്സരിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാർ പരസ്പരം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന തീരുമാനം എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ലീഡേഴ്സിനെയും ഒന്നിച്ച് വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വെച്ചാൽ പോകുന്നത്. അതിൽ ഷാനിമോളിനെ വിളിച്ചു എന്നാണ് എന്നോട് എല്ലാ നേതാക്കന്മാരും പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഷാനിമോളിനെ പോലുള്ള നേതാവ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവാണ്. കോൺഗ്രസ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം ഞാൻ വിളിക്കാത്തതുകൊണ്ടാണോ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാതിരിക്കുന്നത്? ഞാൻ മറുപടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മറുപടി അദ്ദേഹം അർഹിക്കുന്നില്ല. അതുകൊണ്ട് നേതാവ് ഷാനിമോളിൻ്റെ മഹത്വത്തെ വില കുറച്ച് കാണിക്കുമൊന്നുമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് അതൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുന്നത്. അതെനിക്ക് പ്രശ്നമല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതല്ല, ഇതിന് മുൻപുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ വിളിച്ചിട്ടല്ല ഷാനിമോൾ പ്രചരണത്തിന് വന്നത്. അപ്പോൾ അത് പിന്നെ യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അക്കാര്യത്തിൽ. കാരണം ഇതിനകത്ത് എല്ലാവരും പങ്കെടുക്കായിരുന്നു. ആരും വിളിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആരും വിളിക്കേണ്ട കാര്യമില്ല. എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇതിനകത്ത് പങ്കെടുത്ത ആളുകൾ ആരും പ്രത്യേകിച്ച് വിളിച്ചു വന്നതൊന്നുമല്ല. ബാർ ലൈസൻസ് വിഷയത്തിൽ സുധീരനെതിരെ രംഗത്ത് വന്ന സതീശൻ ഇക്കാര്യത്തിലും ഷാനിമോൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. ഷാനിമോളെ ബാർ ലോബിയുടെ ഭാഗമാക്കിയത് തോന്നിയാസമായി പോയത്രേ. PC ചാക്കോയെ പോലുള്ള ഹൈക്കമാൻഡ് പുലികൾ KPCC പ്രസിഡന്റിനൊപ്പം നിൽക്കുമ്പോഴാണ് സതീശൻ എന്ന ഒരു വൈസ് പ്രസിഡന്റ് ഇമാതിരി നിലപാട് സ്വീകരിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ രീതിയിലാണ് ആ സംഭവം ഉരുത്തിരിഞ്ഞു വരുന്നത്. പ്രസിഡന്റ് പറയുന്ന നല്ലതായും വൈസ് പ്രസിഡന്റ് പറയുന്ന നയം ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുമോ? ഷാനിമോൾ ഉസ്മാൻ AICCയുടെ മുൻ സെക്രട്ടറിയാണ്. പ്രസിഡന്റ് പറയുന്ന നല്ലതായും വൈസ് പ്രസിഡന്റ് പറയുന്ന നയം ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുമോ? AICCയുടെ മുൻ സെക്രട്ടറി ഷാനിമോളും KPCC പ്രസിഡന്റും തമ്മിൽ
ഇങ്ങനെ വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിലേക്കുള്ളൊരു വിവാദം ഒരു കാരണവശാലും വളർന്നു വരാൻ പാടില്ലായിരുന്നു. പ്രസിഡന്റ് പറയുന്ന നല്ലതായും വൈസ് പ്രസിഡന്റ് പറയുന്ന നയം ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുമോ? വളരെ ദൗർഭാഗ്യകരമാണ്. പ്രസിഡന്റ് പറയുന്ന നല്ലതായും വൈസ് പ്രസിഡന്റ് പറയുന്ന നയം ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുമോ? ഇതിങ്ങനെ ആയിരുന്നില്ല കൈകാര്യം ചെയ്തേണ്ടിയിരുന്നത്. പ്രസിഡന്റ് പറയുന്ന നല്ലതായും വൈസ് പ്രസിഡന്റ് പറയുന്ന നയം ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുമോ? തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ അകത്ത് വലിയ പ്രയാസമുണ്ട്. പ്രസിഡന്റ് പറയുന്ന നല്ലതായും വൈസ് പ്രസിഡന്റ് പറയുന്ന നയം ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുമോ? മാത്രമല്ല ഷാനിമോൾ ഉസ്മാൻ മദ്യ ലോബിയിൽപ്പെട്ട ഒരാളാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. വൈസ് പ്രസിഡന്റ് പറയുന്ന നയം ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുമോ? അതുകൊണ്ട് VM സുധീരൻ പറയുന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നയം. അതിനപ്പുറത്ത് ഒരാൾക്ക് നയത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും പറയാം, പക്ഷേ പ്രസിഡന്റ് പറയുന്നതല്ല പാർട്ടിയുടെ നയം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് സുധീരൻ പറഞ്ഞിട്ടുള്ളത് ആരും എതിർത്തിട്ടില്ല. ഉമ്മൻചാണ്ടി അതിനെ അനുകൂലിച്ച് തന്നെയാണല്ലോ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ നയം എന്ന് പറയുന്നത് മദ്യവർജനമാണ്. പിന്നെ സുപ്രീം കോടതി ചില കാര്യങ്ങൾ പറഞ്ഞു, അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് ദാറ്റ് ഇസ് എ പ്രൊസീജിയറൽ മാറ്റർ. അത് MLA-മാരും നേതാക്കന്മാരും തീരുമാനിക്കേണ്ടതല്ല. അത് വല്ല സാങ്കേതികമായ വല്ല കമ്മിറ്റിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. അതൊന്നും നയമല്ല. ഇപ്പോൾ കുറച്ച് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നയമല്ല. നയം മദ്യവർജനം എന്ന കോൺഗ്രസിൻ്റെ നയം. അത് സുധീരൻ പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ചായിരിക്കണം തീരുമാനങ്ങൾ. പിന്നെ ഒരു കോടതി പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഒരു ടെക്നിക്കലായിട്ട് അത് പരിശോധിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിട്ട് ആ കമ്മിറ്റിയുടെ തീരുമാനത്തിലെടുക്കണം. ദാറ്റ് ഈസ് ഓൺലി എൻ ഇംപ്ലിമെൻറ്റേഷൻ. ദാറ്റ് ഈസ് ഓൺലി പ്രൊസീജിയറൽ മാറ്റർ. നയങ്ങൾ പറയുന്നത് സുധീരൻ്റെ നയം തന്നെയാണ്. സുധീരൻ്റെ നയത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ വൈസ് പ്രസിഡന്റ് പറയുന്നതല്ല നയം എന്ന് മനസ്സിലായില്ലേ? സതീശൻ സുധീരൻ പറയുന്നതും കേട്ട് നിന്നാൽ മതി. വൈസ് പ്രസിഡന്റ് ആകാൻ നോക്കണ്ട എന്നാണ് ചാക്കോ പറഞ്ഞതിന്റെ മലയാളം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് പരിസ്ഥിതി പ്രഭാഷണം. പ്രകൃതിയുടെ സംരക്ഷണം എവിടെ അവസാനിക്കുന്നു അന്ന് ഈ ലോകം തന്നെ അവസാനിക്കും. അരുമയാ മരങ്ങളെ തട്ടരുത്. ഐസ് കെട്ടകൾ ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടാകാതിരിക്കുന്നു.